സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരം 36-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. സമരക്കാർ സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചു. അതേസമയം ആശാ വർക്കർമാർക്കുള്ള സർക്കാരിന്റെ പരിശീലന പരിപാടി കൂടി ഇന്ന് നടക്കുന്നുണ്ട്. സമരക്കാർ പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ പൊളിക്കാനുള്ള സർക്കാർ നീക്കമെന്നാണ് ആരോപണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അമൽ തേനമ്പറമ്പിൽ, കൊല്ലത്ത് നിന്ന് കണ്ണനായരും, ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണനും നമുക്ക് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അമൽ തേനമ്പറമ്പിലേക്ക്. അമൽ, ഉപരോധം ആരംഭിച്ചോ? എന്താണ് ഇന്നത്തെ സമരപരിപാടികളുമായി അവർ മുന്നോട്ട് പോകാനുള്ള അവരുടെ പദ്ധതി എന്താണ്? മോദി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇപ്പോൾ 36 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 36-ാം ദിവസമാണ് ഇപ്പോൾ ഇവർ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നായുള്ള പരമാവധി പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് സമരസമിതി നടത്തുന്നത്. എന്നാൽ ഇതിന് മറുഭാഗത്ത് ഈ സമരത്തെ പ്രതിരോധിക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്. അതായത് ഇന്ന് തൃശ്ശൂർ, ആലപ്പുഴ, അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലകളിൽ ഒരു പ്രത്യേക പരിശീലന പരിപാടി, പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ആശാ വർക്കർമാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അവരെ തടയുക എന്നൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് സമരസമിതി പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുമ്പോഴും സമരത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തും, വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും, ആശാപ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ ഇവിടെ നേരത്തെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു 100 പേരായിരുന്നുവെങ്കിൽ ആ ആശാവർക്കർമാരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനം ഉണ്ടാകുന്നുണ്ട്. ബസ്സുകളിലും മറ്റുമൊക്കെയായി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. 11 മണിക്കാണ് ഇവർ ഉപരോധ സമരത്തിൻ്റെ ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും സമരത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരത്തിന് എത്തിയിരുന്ന ചില ആളുകൾ ഇന്നിപ്പോൾ സമരത്തിനില്ല. മറ്റു പല ആവശ്യങ്ങൾ പറഞ്ഞവർ മാറി നിൽക്കുകയാണ്. അവരുടെ ജോലി നഷ്ടപ്പെടുമോ, സർക്കാർ അവർക്കെതിരെ ഒരു പ്രതികാര നടപടി സ്വീകരിക്കുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ ആശാപ്രവർത്തകർക്കുണ്ട്. അങ്ങനെ ആ പറയുന്ന സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും എല്ലാം അപ്പുറത്തേക്ക് അതും മറികടന്ന് വന്നിരിക്കുന്ന ആശാപ്രവർത്തകരെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അല്പസമയങ്ങൾക്കകം തന്നെ MC റോഡിലൂടെയുള്ള ഗതാഗതം ഒരു വഴിയിലൂടെ മാത്രമാക്കും. ഈ പാത പൂർണ്ണമായും അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് പോലീസും കണക്കാക്കുന്നത്. വലിയ പോലീസ് സന്നാഹം, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള വലിയ പോലീസ് സന്നാഹം ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമരം മുന്നോട്ട് പോവുകയാണ്. ഈ സമരസമിതി പ്രവർത്തകർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നിരവധി ആശാപ്രവർത്തകർ അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും. അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തരമായി പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഇവിടെ സമരം നടക്കുന്ന അതേ സമയത്ത് തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പരിശീലന പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശാപ്രവർത്തകരുടെ പങ്കാളിത്തം കുറയുമെന്ന് വല്ലതും ആശങ്കപ്പെടുന്നുണ്ടോ? ആശമാരുടെ പങ്കാളിത്തം കുറയുമെന്ന് യാതൊരു വിശ്വാസവുമില്ല. ഇനിയും ആശമാർ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ധാരാളം ആശമാർ വന്നുകൊണ്ടിരിക്കും. ഈ സമരം എങ്ങനെയാണ്? ഉപരോധ സമരം എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ കവാടവും ഉപരോധിക്കാനാണോ തീരുമാനം? സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് തീരുമാനം. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്ന ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും ഈ നോർത്ത് ഗേറ്റ്, സമര ഗേറ്റിനോട് ചേർന്നുള്ള അവിടെയാണ് ഇപ്പോൾ ഇവർ ഉപരോധം ഇരിക്കുന്നത്. അതിനുശേഷം കൂടുതൽ പ്രവർത്തകർ എത്തുമ്പോൾ ഒരുപക്ഷെ മറ്റ് ഗേറ്റുകളും ഉപരോധിക്കുന്ന നടപടിയിലേക്ക് പ്രവർത്തകർ പോയേക്കും. എന്തായാലും മുഖ്യമന്ത്രി കടന്നു പോകുന്ന കണ്ടോൺമെൻറ്റ് ഗേറ്റിൻ്റെ അവിടേക്ക് പ്രവർത്തകരെ കടത്തിവിടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന് തൊട്ടപ്പുറയായി ഈ സമര ഗേറ്റിന് സമീപത്തായി തന്നെ നിരന്തരമായി സമരം കാണുന്ന ഒരു ഗേറ്റുണ്ട്, നോർത്ത് ഗേറ്റ്. അതിന് സമീപത്തായി ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് AG's ഓഫീസിൻ്റെ അവിടെ വെച്ച് ഈ പ്രവർത്തകരെ തടയും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി അമൽ, നമുക്ക് കൊല്ലത്ത് നിന്ന് കണ്ണനായരും ആലപ്പുഴയിൽ നിന്ന് രഘുവും കൂടി ഒപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കൊല്ലത്തേക്ക് കണ്ണനായർ, ഗുഡ് മോർണിംഗ്. ഇവർക്ക് പ്രത്യേക പരിശീലന പരിപാടി, പാലിയേറ്റീവ് കെയറിലുള്ള പരിശീലന പരിപാടി വളരെ കൃത്യമായി ഇന്നേ ദിവസം തന്നെ സർക്കാർ നൽകുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ അവിടെ നിന്ന് നൽകാനാവുന്ന എന്തൊക്കെയാണ് കണ്ണൻ? ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്ന ദിവസം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പരിശീലന പരിപാടി നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ഈ സർക്കാർ പോയിരിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഈ സമരം പൊളിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൽ കൊല്ലം, ആലപ്പുഴ എന്നൊക്കെ പറയുന്ന ജില്ലകൾ CPM-ന് ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ്. 1968 ആശാവർക്കർമാരാണ് കൊല്ലം ജില്ലയിലുള്ളത്. അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പ്രാഥമിക വിവരങ്ങളനുസരിച്ച് 176 പേർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 324 പേർ നോട്ടീസ് നൽകിയ
പൂർത്തിയാക്കുകയും 176 പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കിഴക്കൻ മേഖലയിൽ നിന്ന് തെന്മല, ആര്യങ്കാവ് തുടങ്ങിയ മേഖലകൾ, കരുനാഗപ്പള്ളി, തൃക്കരുവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് കൂടുതലായി ആശമാർ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇവിടെ ട്രെയിനിങ് ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മുതാക്കര നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ 3 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് ഞാനുള്ളത്. ഇപ്പോൾ 10 മണിക്കാണ് ട്രെയിനിങ് ആരംഭിക്കുന്നത്, പരിശീലനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശമാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഇപ്പോൾ ആരും എത്തിയിട്ടില്ല. ഒരു 9:30-10 മണിയോടുകൂടിയായിരിക്കും എല്ലാ ആശാപ്രവർത്തകരും എത്തുക. ഈ ട്രെയിനിങ് ആരംഭിച്ചാൽ മാത്രമേ, ഇന്നത്തെ അറ്റൻഡൻസ് നോക്കിയാൽ മാത്രമേ എത്ര പേർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പരിശീലന പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഒരു വിഭാഗം ആശാമാർ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്, ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മാസത്തെ ജീവിത ചെലവ് ഇപ്പോൾ കിട്ടുന്ന വരുമാനമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അതിനുവേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തിനെ സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ തയ്യാറാകാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തെ ശാശ്വത പരിഹാരം എന്നുള്ളൊരു ആവശ്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കേന്ദ്രത്തിൽ ഇതുവരെ പരിശീലനത്തിനായി ആരും എത്തിയിട്ടില്ല. അത് ഒരു സ്വാഭാവിക കാര്യമാണ്. കാര്യം 10 മണിക്കാണ് പരിശീലനം. 9:30 കൂടിയായിരിക്കും കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്തുക. ഇവിടെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇന്ന് പരിശീലനം നടക്കുന്നുണ്ട്. രാവിലെ ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനം, അതിനുശേഷം പാലിയേറ്റീവ് ഗ്രിഡുമായി ബന്ധപ്പെട്ട, ഒരു മാസം മുമ്പാണ് മുഖ്യമന്ത്രി പാലിയേറ്റീവ് ഗ്രിഡിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അതായത് പാലിയേറ്റീവ് കിടപ്പ് രോഗികളുടെ അവരെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. 2025 ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അത് സർക്കാരിൻ്റെ ഒരു സ്വപ്നപദ്ധതിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പാലിയേറ്റീവ് ഗ്രിഡിൻ്റെ ഒരു പരിശീലനം ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ നടക്കുന്നുണ്ട്. ശരി കണ്ണൻ. രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. രഘു, ഇന്ന് സമരം ശക്തമാക്കുകയാണ്. 35 ദിവസം പൂർത്തിയായിരിക്കുന്നു ആശാവർക്കർമാരുടെ സമരം. സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കം ഇന്ന് സമരം കടുപ്പിക്കുന്ന ഈ ദിവസം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിരോധം എന്നോണമാണ് ഇന്ന് ഈ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് അവരുടെ ആരോപണം. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രഘു? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അമ്പലപ്പുഴ താലൂക്കിലെ ആശാപ്രവർത്തകരുടെ പരിശീലന ക്ലാസ് നടക്കുന്നത്. അവിടെയാണ് ഞാനുള്ളത്. ആശാപ്രവർത്തകരാരും ഇതുവരെ എത്തിയിട്ടില്ല. ഇതിന് സമാനമായ രീതിയിൽ 10-ലധികം കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 3 ആഴ്ച മുൻപാണ് വലിയ സമരം, ആശാപ്രവർത്തകരുടെ സമരം നടന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധം, സത്യാഗ്രഹം ഇരിക്കുന്ന പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ സമരം നടന്നിരുന്നു. അതേ സമയത്ത് തന്നെയാണ് CITUവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം സംഘടിപ്പിച്ചത്. അങ്ങനെ 2 തട്ടിലായി പരസ്യമായി തന്നെ ആളുകൾ നിൽക്കുന്നൊരു ജില്ല തന്നെയാണ് ആലപ്പുഴ. ആശാപ്രവർത്തകർ, നമ്മുടെ ഈ സമരത്തിനോട് അനുകൂലിക്കുന്ന ആശാപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉപരോധത്തിൽ പോകാതിരിക്കാനുള്ള വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രവുമല്ല, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഈ ആശാപ്രവർത്തകരുടെ വീട്ടിലെത്തി അല്പം ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ, അതായത് ട്രെയിനിങ്ങിന് പങ്കെടുത്തില്ലെങ്കിൽ ജോലി നഷ്ടമാകും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഇതിന് തെളിവൊന്നുമില്ല. അവരുടെ വാദം തൽക്കാലം നമുക്ക് അംഗീകരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ.